ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ആർക്കും കാരണമൊന്നും വേണ്ട, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. ഇനി ഒരു വിമർശനവും ഇല്ലെങ്കിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി രാജ്യത്ത് ഭരണഘടന അട്ടിമറിക്കുന്നു, സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നു, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തെളിവില്ല. അന്തർധാരയിലൂടെ നരേന്ദ്രമോദി അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞു കളയും എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊന്നും തെളിവുകളുമില്ല. സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ് തടിയുരുന്ന കാഴ്ചയാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായി കഴിഞ്ഞാലും മോദിയെ ഇറക്കാൻ ഇവർക്ക്, താഴെ ഇറക്കാൻ ഇവർക്ക് സാധ്യമല്ല എന്നുള്ള ഫ്രസ്ട്രേഷനിൽ നിന്ന് പല കഥകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യക്ക് നേരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നേരെ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്രായേലിൻ്റെ ജനോസൈഡിൽ ഇന്ത്യ മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട രോദനമെന്ന് പറയുന്നത്. അതിന് ഇതുവരെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളുകയാണ് ചെയ്യാറ്. പക്ഷേ ഇസ്രായേലിൽ നിന്ന് അതിന് മറുപടി വന്നിരിക്കുകയാണ്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റിന് ഇസ്രായേലിൽ നിന്ന് മറുപടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പ്രിയങ്ക ഗാന്ധി പറയുന്നത്, ദ ഇസ്രായേലി സ്റ്റേറ്റ് ഈസ് കമ്മിറ്റിംഗ് ജനോസൈഡ്. ഇറ്റ് ഹാസ് മർഡേർഡ് ഓവർ 60,000 പീപ്പിൾ, 18,430 ഓഫ് ഹൂം വെയർ ചിൽഡ്രൻ. അതായത് ഇസ്രായേൽ വലിയൊരു വംശഹത്യ നടത്തുകയാണ്. അവർ 60,000 ആൾക്കാരെ കൊന്നുതള്ളി. അതിൽ 18,430 കുട്ടികളായിരുന്നു. ഇറ്റ് ഹാസ് സ്റ്റാർവ്ഡ് ഹൺഡ്രഡ്സ് ടു ഡെത്ത് ഇൻക്ലൂഡിംഗ് മെനി ചിൽഡ്രൻ ആൻഡ് ഈസ് ത്രെട്ടനിങ് ടു സ്റ്റാർവ് മില്യൻസ്. അതായത് ധാരാളം ആൾക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു, ധാരാളം ആൾക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നു. ഇനേബിളിംഗ് ദീസ് ക്രൈംസ് ബൈ സൈലൻസ് ആൻഡ് ഇനാക്ഷൻ ഈസ് എ ക്രൈം ഇൻ ഇറ്റ് സെൽഫ്. അതായത് ഈ ക്രൈം കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുടെ മൗനം അതിലും വലിയ കുറ്റമാണ്. അത് ഇന്ത്യക്കിട്ടുള്ള കൊട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ. അതായത് നമ്മൾ ഈ ക്രൈം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. എന്തായാലും അത് പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി പറയുന്നു, ഇറ്റ് ഈസ് ഷെയിംഫുൾ ദാറ്റ് ദ ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാൻഡ് സൈലൻറ്റ് ആസ് ഇസ്രായേൽ അൺലീഷസ് ദിസ് ഡെവസ്റ്റേഷൻ ഓൺ ദ പീപ്പിൾ ഓഫ് പാലസ്തീൻ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിൽ മൗനം പാലിക്കുന്നത് വളരെ നാണക്കേട് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ഈ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു പ്രക്രിയയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു ചെയ്തിക്കെതിരെ എന്തുകൊണ്ടാണ് പലസ്തീനെ പിന്തുണയ്ക്കാത്തത് എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം. ഇപ്പോഴിതാ ഇസ്രായേൽ കോൺവോയ് റൂവൻ അസർ പ്രിയങ്ക ഗാന്ധിക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത്, റൂവൻ അസർ പറയുന്നത്, വാട്ട് ഈസ് ഷെയിംഫുൾ ഈസ് യുവർ ഡിസീറ്റ്. അതായത് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പാണ് ഏറ്റവും വൃത്തികെട്ടതും ഹീനവും നാണക്കേടുളവാക്കുന്നതും എന്നാണ് റൂവൻ അസർ പറയുന്നത്. ഇസ്രായേൽ കിൽഡ് 25,000 ഹമാസ് ടെററിസ്റ്റ്. അതായത് 25,000 ഹമാസ് തീവ്രവാദികളെയാണ് ഞങ്ങൾ കൊന്നത്. ദ ടെറിബിൾ cost in human lives derives from Hamas' heinous tactics of hiding behind civilians, their shooting of people trying to evacuate or receive assistance and their rocket fire. അതായത് ഇതിൽ ഏറ്റവും വൃത്തികെട്ട കാര്യം ഹമാസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനങ്ങൾക്കിടയിൽ പോയി ഒളിച്ചിരിക്കുന്നു. ജനങ്ങളെ ഇവർ കൊന്നൊടുക്കിയിട്ട് ഇസ്രായേൽ കൊന്നൊടുക്കുന്നതാണെന്ന് പറയുന്നു. ജനങ്ങളെ ഇവർ മുന്നിൽ നിർത്തി ഇവരുടെ പടച്ചട്ടയാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഇസ്രായേൽ ഫെസിലിറ്റേറ്റഡ് 2 million tons of food into Gaza while Hamas tried to sequestrate them, thereby creating hunger. അതായത് 2 മില്യൺ ടൺ ഫുഡാണ് ഇസ്രായേൽ ഗാസയിലേക്ക് കൊടുത്തയച്ചത്. എന്നാൽ ഈ ഗാസയിലേക്ക് കൊടുത്തയച്ച ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഹമാസ് അപഹരിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നശിപ്പിച്ച് ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഹമാസാണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? അതായത് ലോകശ്രദ്ധ പലസ്തീനിലേക്ക് ആകർഷിക്കാൻ. പലസ്തീനിലേക്ക് ലോകശ്രദ്ധ ആകർഷിച്ചാൽ പലസ്തീനിലും ഗാസയ്ക്കും ഒരുപാട് ഫണ്ടുകൾ വരുമെന്ന് ഹമാസിന് അറിയാം. നമുക്കറിയാം ഹമാസിൻ്റെ ഈ വലിയ ഭീകരവാദികളെയൊക്കെ അവരുടെ ബങ്കറിൽ നിന്ന് പിടിക്കുമ്പോൾ സ്വർണ്ണമലയൊക്കെയാണ് അവരുടെ ബങ്കറിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. 2 ചാക്ക് നിറയെ സ്വർണവും 2 സ്വർണ്ണമലയും കൈ നിറയെ പണവുമൊക്കെയാണ് അവരുടെ ബങ്കറിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദ്ദേഹം പിന്നീട് തുടരുന്നു, ഗാസ പോപ്പുലേഷൻ ഹാസ് ഗ്രോൺ 450% ഇൻ ദ ലാസ്റ്റ് 50 years. നോ ജനോസൈഡ് ദെയർ ഡോൺ ബൈ ഹമാസ് നമ്പേഴ്സ്. അതായത് നിങ്ങൾ കഴിഞ്ഞ 50 വർഷം നോക്കണം. 50 വർഷത്തിൽ ഗാസയിലുള്ള പോപ്പുലേഷൻ, അവിടെയുള്ള ജനസംഖ്യ 450% അതിന് വളർച്ചയുണ്ടായത്. അപ്പോഴൊന്നും എന്തുകൊണ്ടാണ് ഈ ജനോസൈഡ് നിങ്ങൾ പറയാത്തത്? കാരണം ഹമാസ് ഇങ്ങോട്ടേക്ക് ആക്രമിക്കുന്നത് ഇസ്രായേൽ സഹിച്ചിരിക്കുകയായിരുന്നു. കേട്ടപ്പോഴാണ് ഞങ്ങൾ തിരിച്ചടിച്ചത്. എന്നാൽ അടി തുടങ്ങിയാൽ അത് തീരാതെ നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് വീണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നമായി ഭവിക്കും. കാരണം ഇപ്പോൾ ഈ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഹമാസ് വീണ്ടും ആക്രമിക്കും. ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല, നിങ്ങൾ മെഴുകുതിരി കത്തിക്കില്ല, നിങ്ങൾ കുട്ടികൾ മരിച്ചാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. മറിച്ച് പലസ്തീനിൽ ഒരു കുട്ടി മരിച്ചാൽ നിങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവൻ തീവ്രവാദികളാക്കി മാറ്റും. അതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ളൊരു മറുപടിയാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.